ഇടുക്കി തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ 10ഓളം ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞത്. കാൽവരി മൗണ്ട് 9-ാം മൈൽ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതുകൂടാതെ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ 10ലധികം ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. ഇതിൽ കാൽവരി മൗണ്ട് 9-ാം മൈലിൽ റോഡിലേക്ക് രാത്രി 10 മണിയോടെ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. തുടർന്ന് രാവിലെ റോഡിലേക്ക് വീണ മണ്ണെടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തി. ഇന്നലെ ഒരു 9 മണിയോടുകൂടി നല്ല മഴയായിരുന്നു. അന്നേരം രാത്രിയിൽ ഒരു 11 മണിയായപ്പോഴത്തേനും വെള്ളം ശക്തമായിട്ട് ഒഴുകി വന്നു. അപ്പോൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വഴിയെല്ലാം കൂടെ ഇടിഞ്ഞ് താഴോട്ട് വീണാണ് കാണാൻ സാധിച്ചത്. പിന്നെ എല്ലാ അയലക്കാരും എല്ലാവരും കൂടെ കൂടി വന്ന് ഞങ്ങളെല്ലാവരും കൂടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റിയത്. അന്നേരത്തേനും വയറുപോസുകാർ വന്നു. ഇതുകൂടാതെ വാഴവരയ്ക്ക് സമീപം സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ഈ ഭാഗത്ത് വൺ വേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. റോഡ് അപകട ഭീഷണിയിലുമാണ്. വെള്ളയാങ്കുടിക്ക് സമീപം മൺതിട്ടയിടിഞ്ഞ് റോഡിലേക്ക് വീണു. നരകക്കാണത്തിന് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയി. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാവുന്നത്. ഇതാണ് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രതയാണ് കാരണമെന്ന് പറയുന്നു. ഈ പാതയിൽ ഓടകളുടെ അഭാവം മൂലം വെള്ളക്കെട്ടും രൂക്ഷമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഓടകൾ നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.